ഒരു ഡോക്ടറായി ഞാൻ എൻ്റെ ജീവിതം പണയം വെച്ച് ഈ ബ്ലഡ് സാമ്പിൾസ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എനിക്കൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും സർ. എൻ്റെ അച്ഛൻ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ചുമതല ഞാനാ വഹിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ വിശ്വസിക്കാം. ഈ ഒരു സഹായം ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ശരി അനിയ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിഘ്നേഷ് പറയേ. മുഴുവൻ നാട്ടുകാരുടെയും ബ്ലഡ് സാമ്പിൾ കിട്ടി. എവിടെയാ കൊണ്ടുവരണ്ടേ? ഒരു കാര്യം ചെയ്യ്, നേരിട്ട് ലാബിലോട്ട് അയച്ചേക്ക്. ഓക്കെ അങ്കിൾ, ഞാൻ അയച്ചേക്കാം. ഓക്കെ. ഹലോ. നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെങ്കിൽ വെരി ഗുഡ് ന്യൂസ്. എന്താ അങ്കിൾ? ആ ആർഎസ്നൽ ബ്ലഡ് ഗ്രൂപ്പ് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആർക്കാ അങ്കിൾ? ബാലു കണ്ട സുജാത എന്ന ഒരു സ്ത്രീന്റെ ബ്ലഡാ. താങ്ക് യു അങ്കിൾ. നിക്ക്, എങ്ങോട്ടാടി പോന്നേ? നിനക്കും എന്റെ അച്ഛനും എന്തായിരുന്നടി ബന്ധം? പറയ്. എന്റെ അച്ഛൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഷർട്ട് ബട്ടണിൽ നിന്റെ രക്തം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്. എന്താ സംഭവിച്ചെന്ന് പറയടി. പറയാം. നിന്റെ അച്ഛനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അന്നത്തെ ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാ, എന്റെ ഭർത്താവ് മദ്യപിച്ചുവെന്ന്. ഇനി നിനക്ക് കുട്ടികളുണ്ടാവില്ല. നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ എന്നെ കൊന്നു കളയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചടിക്കാൻ തുടങ്ങി. അത് കാരണം ഞാൻ പേടിച്ച് രാത്രിയിൽ വീട് വിട്ടിറങ്ങി. ആ സമയത്ത് ആ വഴിയിലൂടെ നിന്റെ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ച് എന്നെ രക്ഷിക്കണം സാർ എന്ന് പറഞ്ഞു. അപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന ചോര അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ആയതാവണം. അത്രേ ഉള്ളൂ. നിന്റെ അച്ഛൻ എന്റെ ഭർത്താവിനെ അടിക്കുമ്പോ അങ്ങേരുടെ ആളുകൾ വന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചാരോ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ നാട് വിട്ടു പോവുകയാണെന്ന് വന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നിന്റെ അച്ഛൻ ഉടനെ തന്നെ അവിടെ നിന്ന് പോയി. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറൊന്നും നടന്നില്ല. എന്നെ വിശ്വസിക്കണം. എന്റെ അച്ഛൻ എന്തിനാ കൊന്നേ? ഞാൻ എന്തിനാ നിന്റെ അച്ഛനെ കൊല്ലുന്നത്? ഞാൻ എന്താ ഭ്രാന്തനാണോ? സത്യം പറഞ്ഞാൽ ഞാൻ ജീവനോടെ വിട്ടേക്കാം. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് താൻ 5 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു. അദ്ദേഹം അത് തിരിച്ചു തരാൻ വേണ്ടി നിന്നെ പ്രഷർ ചെയ്തിരുന്നോ? ശരിയാണ്. അത് കാരണം നീ നാട് വിട്ട് പോകണമെന്ന് വിചാരിച്ചാലേ? അങ്ങനെയൊക്കെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ആരോ കള്ളം പറഞ്ഞിരിക്കുകയാണ്. അത് വിശ്വസിച്ച് നിന്റെ അച്ഛൻ കുറെ ആൾക്കാരെയും കൂട്ടി എന്റെ വീട്ടിൽ വന്നിരുന്നു. അത് സഹിക്കാൻ വയ്യതാണ് ഞാൻ ഇവിടുന്ന് പോയത്. എടാ, 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചതിന് ഞാൻ അടിയും വാങ്ങിക്കണോ? അതുകൊണ്ട് തന്നെയാണ് ഞാനും അടിച്ചത്. അതല്ലാതെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നമില്ല. നീ അങ്ങേരോട് കാശ് വാങ്ങിച്ചത് സത്യമാണെങ്കിൽ, അങ്ങേര് നിന്നെ പ്രഷർ ചെയ്തത് സത്യമാണെങ്കിൽ, അങ്ങേര് നീയായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, അന്ന് തന്നെ എന്റെ അച്ഛൻ മരിച്ചു എന്നുള്ളതും സത്യമാണെങ്കിൽ, എന്റെ അച്ഛനെ നീ അല്ല കൊന്നതെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? ഞാൻ കൊന്നിട്ടില്ല. പറ, നീ അല്ലേ കൊന്നത്? സത്യമായിട്ട് ഞാൻ പറയുന്നേ. നീ വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല. സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ എവിടെ വെച്ചാ തല്ലുകൂടിയേ? പോൾട്രി ഫാമിലി. അപ്പോഴത്തെ സമയം രാത്രി 9 മണിക്ക്. പൗൾട്രി ഫാം ആണെങ്കിൽ എന്തായാലും CCTV ഫുട്ടേജ് ഉണ്ടാവില്ലേ? ഞാൻ പോയി ചെക്ക് ചെയ്യാം. അപ്പോഴേക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാന്ന് മാത്രം വിചാരിക്കണ്ട. എന്നൊന്ന് വിട്.
വിഘ്നേഷ് CCTV ഫുട്ടേജ് നോക്കാനായിട്ട് പോൾട്രി ഫാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നിന്റെ കയ്യിലാണ്, മാനേജ് ചെയ്യേ. എങ്ങോട്ടാടാ ഓടുന്നേ? നിങ്ങൾ വരുന്നേ കണ്ട് ഞാൻ പേടിച്ച് ഓടിയതാണ് സാർ. എനിക്ക് CCTV ഫുട്ടേജ് വേണം. CCTV ഫുട്ടേജ് എവിടെയാണ് സാർ? ക്യാമറയില്ല സാർ. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റാടാ, എനിക്കെല്ലാം അറിയാം. CCTV ഫുട്ടേജ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ? സാർ അത് പിന്നെ കാണിക്കുന്നോ അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നോ? സാർ 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 വേണ്ട സാർ, പറഞ്ഞേക്കാം സാർ. സാർ അത് ആ ക്യാമറ വെറും ഡമ്മിയാണ് സാർ. അന്ന് ഇൻസ്പെക്ഷൻ വന്നവര് എല്ലായിടത്തും വലിച്ചെറിഞ്ഞു സാർ. എവിടെയാ അതൊക്കെ കൊണ്ടിട്ടത്? സാർ എനിക്കറിയില്ല സാർ. എവിടെ ഇട്ടത് പറടാ, എവിടെ ഇട്ടത് പറടാ. സാർ 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 എടാ ഡംപിങ് യാർഡ് എവിടാടാ? സാർ അതൊക്കെ നിങ്ങൾക്ക് എന്തിനാ സാർ? എവിടാടാ? എനിക്കറിയില്ല സാർ. എവിടാണെന്ന് പറ. ഇതിന്റെ ബാക്ക് സൈഡിലാ സാർ.